ഇന്നത്തെക്കാൾ ഏറെ വൈവിധ്യങ്ങൾ നിലനിരുന്ന കാലമായിട്ട് പോലും ഇന്ത്യക്കാർ എന്ന ഒറ്റ പരിഗണനയിൽ ആവേശത്തോടെ പരിശ്രമിച്ചതിൻ്റെ ഫലമായാണ് വൈദേശിക ശക്തികളിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യവും സ്വയംഭരണാവകാശവും ലഭിച്ചത്. ജാതി മത ഭേദമന്യേ ഇന്ത്യക്കാർ മുഴുവൻ ഒറ്റക്കെട്ടായി നേടിയെടുത്ത സ്വാതന്ത്ര്യം എല്ലാ ജനവിഭാഗങ്ങളും തുല്യമായി അനുഭവിക്കണം. ആ നീതിബോധത്തിൽ നിന്നാണ് നമ്മുടെ രാജ്യം ഒരു സ്വതന്ത്ര മതേതരത്വ ജനാധിപത്യ റിപ്പബ്ലിക്കായി നിലനിൽക്കണമെന്ന് രാഷ്ട്ര നിർമ്മാതാക്കൾ ആഗ്രഹിച്ചത്. അതേ തുടർന്നാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായും ഏറ്റവും ശക്തിയേറിയ ഭരണഘടനയുള്ള ദേശമായും നമ്മുടെ ഇന്ത്യ രൂപപ്പെട്ടത്. സ്വാതന്ത്ര്യം ലഭിച്ച് 77 വർഷം പിന്നിടുമ്പോൾ രാഷ്ട്രശില്പികളും ഭരണഘടനാ നിർമ്മാതാക്കളും സ്വപ്നം കണ്ട വിഭാവനം ചെയ്ത പൗരസ്വാതന്ത്ര്യവും മൗലികാവകാശങ്ങളും വർത്തമാനകാലത്ത് എത്രത്തോളം പ്രാവർത്തികമാണ് എന്നത് ഓരോരുത്തരും ചിന്തിക്കേണ്ട വിഷയമാണ്. വലിയൊരു ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് നാം ഇപ്പോൾ ഉള്ളത്. ഒരുപാട് ജീവൻ നഷ്ടപ്പെട്ട വേദനകൾക്കിടയിലും ദുരന്തമുഖത്തെ മനുഷ്യരുടെ ഐക്യവും സഹകരണവും ഒരുമയും നല്ല സന്ദേശമാണ് നൽകുന്നത്. ഒരുമിച്ച് നിന്നാൽ എന്തും നേടാമെന്നും എന്തും ചെറുക്കാമെന്നും സ്വാതന്ത്ര്യ ഓർമ്മകളും ഇത്തരം ദുരന്ത അതിജീവനങ്ങളും നമ്മെ നിരന്തരം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒരുമ ഊട്ടിയുറപ്പിക്കുന്നതും നാടിൻ്റെ നന്മക്കായി ഒരുമിച്ച് നീങ്ങണമെന്ന സന്ദേശം പകരുന്നതുമാവട്ടെ ഈ വർഷത്തെ സ്വാതന്ത്ര്യദിനം. എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ.